ധനരാജ രക്തസാക്ഷി ഫണ്ടിന് പുറമെ അത് മാത്രമല്ല കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച പാർട്ടിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണ ഫണ്ട്, അതുപോലെ തന്നെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട്, ഇതിലൊക്കെ തന്നെ ടി ഐ മധുസൂദനൻ MLA വെട്ടിപ്പ് നടത്തി എന്നതായിരുന്നു കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണം. മാത്രമല്ല ഇത് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണൻ, ഇവരുടെ എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇവർക്കൊക്കെ അറിവുണ്ടായിരുന്നിട്ടും ഇതിലൊരു നടപടിയും എടുത്തില്ല എന്നാണ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. താൻ ഏറെ വർഷങ്ങൾ കാത്തിരുന്നു മൗനമായി ഈ കാര്യങ്ങളിൽ പാർട്ടി നടപടിക്ക് വേണ്ടി, അതുണ്ടായില്ല. ഈ നിലയിലാണ് പാർട്ടി മുന്നോട്ട് പോകുന്നതെങ്കിൽ കേരളത്തിൽ ബംഗാളിന്റെ അവസ്ഥയാവും പാർട്ടിക്ക് സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൽ എന്നുവരെ പറഞ്ഞു. മാത്രമല്ല അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും പുറത്താക്കപ്പെടുമെന്നും ഒക്കെ വി കുഞ്ഞികൃഷ്ണൻ നന്നായി അറിയാമായിരുന്നു. അങ്ങനെ ഉണ്ടായാലും പാർട്ടിയുടെ ശുദ്ധീകരണത്തിന് വേണ്ടി താൻ പ്രവർത്തിക്കും. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും താൻ ചേരാൻ പോകുന്നില്ല. മറ്റുള്ളവർ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് ക്ഷണിച്ചാൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് കുഞ്ഞികൃഷ്ണനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആരും അതിനുവേണ്ടി ഈ ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് വരണ്ട എന്നാണ്. അപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടാലും നടപടി നേരിട്ടാലും ഒക്കെ പാർട്ടിയെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയുമായി മുന്നോട്ട് പോകും എന്ന ഒരു സൂചനയാണല്ലോ വി കുഞ്ഞികൃഷ്ണൻ കഴിഞ്ഞ ദിവസം അജീഷ് ജയകുമാറുമായി സംസാരിച്ചപ്പോൾ പോലും പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ പാർട്ടി നടപടി കുഞ്ഞികൃഷ്ണൻ പ്രതീക്ഷിച്ചിരുന്നാണെന്ന് നമ്മൾ പറയണം, അല്ലേ? തുടക്കത്തിൽ തന്നെ അദ്ദേഹം അത് പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പാർട്ടിക്കെതിരെ ഉന്നയിക്കാൻ പോകുന്നത് എന്നുള്ള വ്യക്തമായ ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹം ഇനി വരും ദിവസങ്ങളിൽ അദ്ദേഹം ഒരു പുസ്തകം കൂടി പ്രകാശനം ചെയ്യുന്നുണ്ട്. അത് നേതൃത്വത്തെ അണികൾ തിരുത്തുമെന്നാണ് ആ പുസ്തകത്തിന്റെ തലക്കെട്ട്. ആ പുസ്തകത്തിൽ പ്രധാനമായും പറയുന്നത് പയ്യന്നൂർ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്നാണെന്ന് തോന്നുന്നു, അല്ലെ? പുസ്തകത്തിന്റെ തലക്കെട്ട് നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്നാണ് ആ പുസ്തകത്തിന്റെ തലക്കെട്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പ്രധാനമായും വിവരിക്കുന്നത്, അതിൽ ആ പുസ്തകത്തിൽ പറയുന്നത് തന്നെ അദ്ദേഹം ഏരിയ സെക്രട്ടറി ആയിരുന്ന കാലത്ത് അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങൾ, അതിൽ ശേഖരിച്ച തെളിവുകൾ, അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ പാർട്ടി നടപടി ഉണ്ടാകുന്ന പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം വരുമ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് കുഞ്ഞികൃഷ്ണനെയാണ്. അദ്ദേഹത്തിന്റെ വസതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം 24-മായി സംസാരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇതെല്ലാം തന്നെ കുഞ്ഞികൃഷ്ണൻ പ്രതീക്ഷിച്ചതാണ്. പാർട്ടിയിൽ നിന്ന് താൻ പുറത്താക്കപ്പെടും. അങ്ങനെ ഉണ്ടായാലും ഈ പോരാട്ടം തുടരുമെന്നാണ് പറയുന്നത്. കടുത്ത അച്ചടക്ക ലംഘനം ആരോപിച്ചാണ് വി കുഞ്ഞികൃഷ്ണനെ CPയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ നിർണായക യോഗം കഴിഞ്ഞു. അത് ഇനി ജില്ലാ കമ്മിറ്റിയിൽ അവതരിപ്പിക്കും. കടുത്ത അച്ചടക്ക ലംഘനം ഉണ്ടായി എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം വന്നിരിക്കുന്നത്. കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ധനരാജ രക്തസാക്ഷി ഫണ്ട് തിരിമറി ഉണ്ടായി എന്നതാണ്. അതിന് പുറമെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണ ഫണ്ട്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട്, ഇതിലൊക്കെ തന്നെ ടി ഐ മധുസൂദനൻ വലിയ വെട്ടിപ്പ് നടത്തി, ധനാപഹരണം നടത്തി എന്നുള്ളതായിരുന്നു ആരോപണം. ഇത് മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറിക്കും മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണനൊക്കെ ഈ കാര്യങ്ങളിൽ അറിവുണ്ടായിരുന്നു. അവരാരും തന്നെ ഇക്കാര്യത്തിൽ ഒരു നടപടി എടുത്തില്ല എന്ന ആക്ഷേപമാണ് വി കുഞ്ഞികൃഷ്ണൻ ഉണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.